പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ. ഓക്കെ, എന്താണ് മോട്ടിവേഷൻ? നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഒരാൾ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആവുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ച് സമയത്തേക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷനൊക്കെ ആയി, നമ്മൾ എൻ്റെ പൊന്നു ഒന്നും പറയണ്ട, അതനുസരിച്ച് നമ്മളെ മൈൻഡ് ബോഡിയൊക്കെ ഭയങ്കര എനർജറ്റിക് ആവുന്നു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നിയ കുറച്ച് കാര്യമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. സത്യത്തിൽ നിങ്ങൾക്ക് ഒരാൾ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ കണ്ടു, അല്ലെങ്കിൽ നമ്മളൊരു ബുക്സ് വായിച്ചു, നമുക്ക് മോട്ടിവേഷൻ കറക്റ്റ് കിട്ടും ഒന്ന് പറയൂ? ഒരിക്കലും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ കിട്ടുമായിരിക്കാം, പക്ഷേ എങ്കിലും ഒരു പെർമനൻ്റ് ആയിട്ടൊരു മോട്ടിവേഷൻ ആയിരിക്കത്തില്ല അത്. എനിക്ക് തോന്നിയ കാര്യമാണ്, നമുക്കത് കുറച്ച് സമയം മാത്രമേ കാണത്തുള്ളൂ. അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ മോട്ടിവേഷനിൽ നിന്ന് മാറും, എന്തായാലും മാറി നമ്മൾ കുറച്ച് വേറെ വീണ്ടും പഴയ തൊട്ടും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. മനുഷ്യരെന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് മെയിനായിട്ട് കാരണം ഞാൻ പറയാനായിട്ട് എനിക്കുണ്ടായ എൻ്റെ അനുഭവം തന്നെയാണ് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ഒരു പാസ്റ്റ് കാണും, ആർക്കും ഇഷ്ടപ്പെടാത്ത കുറച്ച് കടന്ന വഴികൾ കാണും. അങ്ങനെ ആയിരിക്കും ഒരാളുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഒരാളുടെ സ്ട്രഗ്ലിങ് പീരീഡ് കാണും. ആ ടൈമിൽ ആരും പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരി സഹായിക്കാൻ കാണത്തില്ലായിരിക്കും. അപ്പം ഈ ടൈമിൽ കുറച്ച് പേരെന്തെങ്കിലും ഒട്ടും പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നവരെന്തെങ്കിലും സ്വയമായിട്ട് ജീവിതം അവസാനിപ്പിക്കാന്നുള്ളവർ കുറച്ച് ആൾക്കാരുണ്ട്. ചിലവർ വീണ്ടും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പലരും പല കാറ്റഗറിയിലോട്ടാണ് തിരികെ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം വെച്ചാൽ എന്താണ്? നമ്മൾ സ്വയം നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ കയറി വരിക. അതിനെക്കാട്ട് വേറെ ഒരു ഇതുമില്ല. നമ്മൾ ഒരു പണ്ടത്തെ ഒരു പാട്ടുണ്ട്, എന്ന് വെച്ചാൽ കരയുമ്പോൾ കൂടെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുക 1000 പേർ വരും, കരയുമ്പോൾ നീ നിഴൽ മാത്രം കാണും. അതൊരു സത്യമായ ഒരു പാട്ടാണ് അല്ലേ? നമ്മൾ ചിരിക്കുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ പൊന്നും എത്ര പേര്, പക്ഷെ നമ്മൾ കരയുമ്പം നമ്മളോട് ചിരിച്ചവരിൽ ചിലപ്പോൾ ആൾക്കാർ കാണും. ചില സമയത്ത് നമ്മൾ മാത്രമേ, ചില രാത്രികളിൽ നിങ്ങളത് ചിന്തിച്ച് നോക്കണം. കരഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ മാത്രമേ നിങ്ങളോട് കാണും, നിങ്ങളുടെ കൂടെ ഉള്ളവർ പോലും നിങ്ങളെ കേൾക്ക് പോലും കിടന്നുറങ്ങിയിരിക്കും അല്ലേ? അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളെ കൂടെ തന്നെ നമ്മുടെ നിഴലായിട്ടുള്ളത് എന്താണ്? നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ മരണം എല്ലാം നമ്മുടെ കൂടെ തന്നെയുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മുടെ സന്തോഷം നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം അല്ലേ? നമ്മൾ വേറൊരാളിലോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോ അന്വേഷിച്ച് പോവുകയോ അല്ലെങ്കിൽ വേറൊരാൾ വന്നാലേ എൻ്റെ സന്തോഷം കിട്ടത്തുള്ളൂ, എനിക്ക് അയാൾ സംസാരിച്ചാൽ മാത്രമേ സന്തോഷം കിട്ടത്തുള്ളൂ, അതൊക്കെ വേറെ ഒരു തോന്നും. നമ്മൾ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മെയിനായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മുടെ വിഷമം എന്ന് പറഞ്ഞത് ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ വിഷമിക്കുന്നത്. അതിൽ നിന്നെല്ലാം നമ്മളൊന്ന് റിലാക്സ് അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ വിഷമം തോന്നത്തില്ല. ഇപ്പം എൻ്റെ കൊച്ച് അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു അമ്മയുടെ വിഷമം. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കാമുകി എന്നെ സ്നേഹിക്കുന്നില്ല, കാമുക സ്നേഹിക്കുന്നത്, എൻ്റെ അമ്മയച്ഛനെ സ്നേഹിക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കാണും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരാരും എന്നെ മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും ഒരു കാരണം എപ്പോഴും ഉണ്ടായിരിക്കും. മനുഷ്യരാണെങ്കിൽ അത് കാരണം എപ്പോഴും സഹജമായ കാര്യമായിരിക്കും. പക്ഷേ ഇപ്പം എനിക്കങ്ങനെ ആയിരുന്നു. ഞാനതിൽ നിന്ന് റിക്കവർ ചെയ്ത് പുറത്ത് വന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇത് ഇല്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എന്നെ മനസ്സിലാക്കുന്നവരില്ലെങ്കിൽ മനസ്സിലാക്കണ്ട, എനിക്ക് മനസ്സിലാക്കാൻ ഞാനുണ്ടല്ലോ എന്നൊരു തോട്ട് നമുക്ക് സ്ഥാനീയം ഉണ്ടായിത്തീരും. അല്ലാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടത്തുമില്ല, നമുക്ക് മോട്ടിവേഷനും കിട്ടത്തില്ല, ഒന്നും ആവത്തില്ല. ഇത് എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെ ആയി തീർന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ വിഷമം വന്നു കഴിഞ്ഞാൽ വിഷമിച്ചുകൊണ്ടിരിക്കുക, അതിന് ഒരു സൊല്യൂഷനല്ല, വഴിയില്ല. ഇപ്പം പൈസയുടെ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ കുറ്റം പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്തതായിരിക്കാം. പക്ഷേ ഇതിനെല്ലാം സൊല്യൂഷൻ എന്താണ്? നമ്മൾ ഒരാൾ പടച്ച ദൈവം വിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതിനെല്ലാം ഒന്ന് കയറി വരണം. അതിൻ്റെ പുറമെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കർമ്മ. ഇപ്പം നമ്മളൊരാൾ വിഷമിപ്പിച്ചിട്ടുണ്ട്, അതല്ല നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി നമുക്ക് അതിൽ നിന്ന് ഒട്ടും ഇതാവുന്നില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നെല്ലാം നമ്മൾ ആരെങ്കിലുമൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തിരിച്ചടി അതിന് കിട്ടിക്കോളും. അല്ല നമ്മളൊരു പകരം വീട്ടാനോ അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടി ഒന്ന് നിൽക്കാനായിട്ട് നമുക്ക്
ടൈമില്ല എന്നൊരു ചിന്ത നമ്മൾ ആദ്യം കൊണ്ടുവരും. നമ്മൾ പറയരുത്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമുക്കൊരു സ്ഥലത്ത് ഒരു വില കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടൊരു മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് സൂപ്പറായിട്ട് അങ്ങ് മാറുക. നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് അവരൊക്കെ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് മാറുക തന്നെ ചെയ്യണം. മാറുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ അവർക്ക് നമ്മളെ വില മനസ്സിലാവുന്നത്. അവർ നമ്മളുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അവർ നമ്മൾക്ക് ഫോൺ വിളിച്ചപ്പോൾ എന്ത് സുഖമായിരുന്നു നമുക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വില എപ്പോഴും നമുക്ക് നമ്മളെ സ്വയം ഇതായി വരുമ്പോൾ അപ്പം മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്വയം മോട്ടിവേഷനായി, നമ്മൾ തന്നെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇതേപോലെ പണ്ട് ബുക്സ് വായിക്കും, കുറച്ച് സമയം ഭയങ്കര മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്തുനിന്ന് ചോർന്ന് അങ്ങ് പോകും. മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ കീഴിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പം പൈസ ഇല്ലാതെ അത്രയും ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് റെൻറ്റ് കൊടുക്കണം, വീട്ടിൽ ചിലവുണ്ട്, ആഹാരത്തിന് വഴിയില്ല, ഇങ്ങനെ 100 ഇഷ്യൂസ് കിടക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യും, നമുക്ക് ആരും തരാനുമില്ല, വഴിയില്ല. പക്ഷെ നമ്മളതിൻ്റെ പുറത്തൊന്ന് വരിക, എന്താണ്, നമുക്കൊരു ജോലി കിട്ടുമെന്ന് നോക്കണം. നമുക്ക് ഇത്തിരി പഠിത്തമേ ഉള്ളൂ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു പഠിത്തമില്ലാത്തവർ പോലും സാധാരണ ഇപ്പോൾ സമൂസ വിൽക്കാൻ ഇറങ്ങുന്നവരുണ്ട്, അല്ലെങ്കിൽ സാധാരണ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. അപ്പം ആലോചിക്കണം, ജോലി ഏതായാലും ചെയ്യുന്ന നാണക്കേടല്ല നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കയ്യിൽ പൈസ കിട്ടുന്നുണ്ട് അല്ലേ. എല്ലാ ജോലിക്കും അതിൻ്റേതായ അഭിമാനമായിട്ടുള്ളവരുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ പൈസ കിട്ടും, നമ്മുടെ വിഷമത്തിനൊരു പരിഹാരം. നമുക്ക് നിറയെ പരിഹാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൽ നിന്നൊരു ചെറിയ ഒരു പിടിച്ചിരിക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ ജോലി സാമ്പത്തിക ബുദ്ധിമുട്ട് മേഖലയിലാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ കടം ചോദിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യാം, കടം ചോദിപ്പിന് 2 ദിവസം തരും, 3 ദിവസം ആകാനുള്ളത് ആ കടം കൊടുക്കണം, കടം കൊടുക്കാതിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജോലി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മിക്കവാറും ആ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വഴി കിട്ടും. ഞാൻ കണ്ടുപിടിക്കാൻ പഠിച്ചുള്ളവർ ജോലിക്ക് പോകാൻ പറ്റാത്ത കുറേ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, ജോലിക്ക് ഹസ്ബൻഡ് വിടുന്നില്ലാത്തവരുണ്ട്, ചിലർ ഹസ്ബൻഡ് നോക്കുന്നുണ്ട്, ജോലിയൊന്നും കിട്ടുന്നില്ല മക്കൾ കാരണം. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിന് പകരം വീട്ടിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു അച്ചാർ പൊതിഞ്ഞ് വിൽക്കാം, 2 കടയിൽ കൊടുത്താൽ മതി, 2 മുട്ട വിറ്റാൽ എത്ര കിട്ടും എന്ന് വരെ ചിന്തിച്ചു തുടങ്ങി. നമുക്ക് നമ്മളെ കയ്യിലൊരു വരുമ്പോൾ നമ്മൾ പറയത്തില്ല, അത് അതിൻ്റേതായ ഒരു വില നമുക്ക് എന്തായാലും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അതല്ല, ഇതൊന്നുമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമല്ല, എനിക്ക് വേറെ ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കും, എനിക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളാണ്, അയാൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, അല്ലെങ്കിൽ അവർക്ക് വേറൊരാളുമായിട്ട് റിലേഷനായിപ്പോയി, ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യാൻ. ഇപ്പം നമ്മളതിൽ എത്രത്തോളം സീരിയസ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സിൻസിയർ ആയിരുന്നു എന്നുള്ള ആദ്യം നോക്കാം. അതിനകത്ത് ആ പുള്ളിക്കാരനത് മനസ്സിലാവാതെയാണ് പോയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചാൾ തന്നെ വിഷമവും കാര്യങ്ങളും ട്രോമാസും കാണും. ചിലപ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് ബാക്കപ്പ് എടുത്തിയെടുത്തുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ, പുള്ളിക്കാരന് എൻ്റെ വില മനസ്സിലാവാതാക്കി എങ്കിൽ ദൈവമായിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം അതിൻ്റെ ടൈമിൽ നമുക്ക് ചേർന്നത് എന്താണ്, ചേരാത്തത് എന്താണെന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സാധനം ഇന്ന് കിട്ടാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചു അന്ന് നമ്മൾ കരയും, പക്ഷെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമ്മൾ അത് കിട്ടാത്തത് വളരെ നന്നായി, ദൈവം അങ്ങനെ പോയിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റുമായിരുന്നു അല്ലേ എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുന്ന ഒരു കാലം ദൈവം ഉണ്ടാക്കി എപ്പോഴും എടുക്കും. അതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ആ ഒരു വിഷമത്തിരിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ട് ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് സംസാരിക്കുക. ഒട്ടും മനസ്സിലാക്കുന്നില്ല, നമുക്ക് അവിടെ നിന്ന് റിജക്ഷൻസും വഴക്കും പ്രശ്നവും അടിയും ചവിട്ടും കുത്തും മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ മാക്സിമം കടിച്ചു തൂങ്ങിയിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടുന്ന് മാറിപ്പോവുക. അത് കേരളത്തിൽ വേറെ വഴിയൊന്നുമില്ല. അവിടുന്ന് മാറിപ്പോവുക, നമ്മൾ നമ്മുടേതായ കാര്യത്തിലോട്ട് മാറുക, ചിന്തിക്കുക, ജീവിക്കാൻ തുടങ്ങുക. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, പുള്ളി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി തിരിച്ചു വരും, അല്ലെങ്കിൽ ആ പെൺകുട്ടി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരും. മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഒരു കിളിയെ തുറന്ന് വിടുക, അത് നമ്മളതാണെങ്കിൽ തീർച്ചയായും നമ്മുടെ അടുത്ത് എത്തിക്കോളും. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചേർന്നത് എന്തെങ്കിലും വന്ന് ചേർന്നെങ്കിൽ വിചാരിക്കുക, അതായിരിക്കും നമുക്കുള്ളത് എന്ന് വിചാരിക്കുക തന്നെ ചെയ്യുക. അതിലോട്ട് നമ്മൾ ജീവിതം നല്ലതാവുമോ നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അതിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് അങ്ങനത്തെ ഒരു ലൈഫിലുള്ള ഒരു കാര്യത്തിലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മേഖലയിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു ലൈഫിൻ്റെലാണെങ്കിലും അതല്ല, ചിലർക്കുണ്ട് വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളും വഴക്കുകളും, ജീവിതത്തിലൊരു ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക മക്കളില്ലായ്മ, അങ്ങനെ തുടങ്ങി പല ഇഷ്യൂ ഉള്ളവരാണ് നമുക്ക് ചുറ്റുള്ളത്. അപ്പം നിങ്ങൾ എപ്പോഴും വിചാരിക്കുക, നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും, ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിന് പറയുക, അതൊക്കെ ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്കിന്നൊരു ജോലിയില്ല, പക്ഷേ എന്നോട് പഠിച്ചവർക്ക് എല്ലാവർക്കും ജോലിയായി. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുകയാണ്, കുത്തുക, അതൊരു ജോലിയായില്ലേ, അയ്യോ അല്ലെങ്കിൽ എനിക്ക് എന്ത് കല്യാണം കഴിഞ്ഞില്ലേ, അത് നിനക്ക് മക്കളായില്ലേ, ഇത് നമ്മുടെ സമൂഹത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ആ ഒരു സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ, കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ
ആൾക്കാരെന്നാവും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരിക്കലും മൂടിക്കെട്ടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയുക, അവരുടെ സമയം പാലിക്കും, അത് കിട്ടേണ്ട സമയം കിട്ടിക്കോളും. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യാം, ഇവരാരും നമുക്കിട്ട് കൊണ്ട് തരാനും പോണില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വഴിക്ക് അവർ പറയുന്നത് കേട്ടോ, അയ്യോ എൻ്റെ നെഞ്ച് ചകർന്ന്, അല്ലെങ്കിൽ ഞാൻ ഇന്നാളോട്ട് അവിടെ പോകില്ല, അയ്യോ അവർ വരണേ തലയിൽ കൂടെ തുണിയിലിട്ട് ഞാൻ ഈ വഴി കൂടെ പോയിട്ട്. നമ്മൾ എന്ന് ഓടി വിളിക്കാൻ തുടങ്ങുന്നവൻ എന്നും ഓടി വിളിക്കത്തേ ഉള്ളൂ. ഫേസ് ചെയ്യുന്നവൻ മാത്രമേ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകത്തുള്ളൂ. അതങ്ങനെ തന്നെയാണ്. ഏത് വേദങ്ങളും പുരാണങ്ങളും മിത്തുകളും ഒക്കെ എടുത്ത് കാണിച്ചാലും നമുക്ക് അങ്ങനെയാണ് കാണിച്ചെന്നുള്ള. ഇപ്പം ഇച്ചിരി നല്ല ഡെവലപ്പായി നിൽക്കുന്നവരെല്ലാവരും രീതിയും ജീവിതം എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരൊക്കെ ഒരു സ്ട്രഗ്ലിങ് പീരീഡ് കടന്ന് വന്നവർ തന്നെ ആയിരിക്കും എവിടെയെങ്കിലും ഒരു മൊമെൻറ്റിൽ. എങ്കിൽ മാത്രമേ അവർക്ക് ഇപ്പോഴത്തെ രീതിയിൽ നിങ്ങൾ എപ്പോഴും വിചാരിച്ചാൽ മതി, ഞാൻ ഈ ലോകത്ത് വന്നു, ഈ ലോകത്ത് നമുക്ക് അസുഖങ്ങൾ വന്നു. ഇപ്പം നമ്മൾ കൊറോണ വന്ന്, നിപ്പ വന്ന്, എന്തൊക്കെ രോഗങ്ങൾ വന്നു. എനിക്കത് ഫസ്റ്റ് ചിക്കൻ ഗുനി തൊട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയിലൊക്കെ വലിയ രോഗങ്ങളാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മളോടുണ്ടായിരുന്ന കുറേ പേരില്ല, നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്തോ ഒരു കാര്യത്തിന് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. അപ്പം ഈ വിഷമങ്ങളൊക്കെ കഴിഞ്ഞിട്ടും എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. ചിലർ നരയിച്ചാണ് ചെയ്തത് ജീവിക്കട്ടെ, പക്ഷെ നമുക്ക് നോക്കാം നാളെ എന്താവും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇരുന്നത് പോലെ ആയിരിക്കില്ല ഇന്നിരിക്കുന്നത് അല്ലേ. ഇന്നലെ ചിലർ പറയും ഇന്നലത്തേനെ കാട്ടി മോശം അവസ്ഥയിലാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നുകൊണ്ടിരിക്കണമെന്ന് പറയും. ചിലപ്പോൾ അവൻ്റെ ടൈം നാളെ മാറുമെന്ന് അറിയുന്നില്ല. അപ്പം ഇന്ന് നമ്മളെ കണ്ടിട്ട് പോയ അയാൾ പറയായിരിക്കും, ഒരാൾ നമ്മൾ കണ്ടു, ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്ടിരിക്കുന്നത്, ഒരു വഴിയില്ല, ഇങ്ങനെയാണ് അങ്ങനെയാണ്, ശരി. പക്ഷെ ചിലപ്പോൾ നാളെ രാവിലെ അവനൊരിക്കലും ഡോക്ടർ അടിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല സമയം എങ്ങനെ മാറും എന്നുള്ള കാര്യം. ഇപ്പം നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് അല്ലേ. ഒരു കാറ്റടിക്കുന്നു, നമുക്ക് ശ്വാസം കിട്ടുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് ഓരോ ദിവസവും. അപ്പം ഇതൊന്നും ഇല്ലാതായാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അതൊക്കെ ഒരു ദിവസം അവർക്ക് തോന്നുന്നത് കൊടുക്കണ്ട, ഈ മനുഷ്യരെങ്ങനെ ജീവിക്കും? അപ്പം ആ പ്രകൃതിയെ നമുക്ക് അനുകൂലമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ദൈവത്തിന് നന്ദി പറയുന്നത്. എവിടെ നിന്നെങ്കിലും വഴക്കോ അടിയോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ എന്ത് കിട്ടിയാലും ദൈവമേ നന്ദി എന്ന് ഇതുവരെ നടത്തിയല്ലോ, ഇന്നും വിഷമമാണെങ്കിൽ നന്ദി, കുഴപ്പമില്ല, ഞാൻ വൈകുന്നേരം വീട്ടിൽ തന്നെ തിരിച്ചെത്തിയല്ലോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇറങ്ങിയവരിൽ എത്രയും പേര് തിരിച്ച് വീടെത്തിയെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അല്ലേ. അപ്പോൾ എന്ത് കാര്യത്തിനും നന്ദിയോടുകൂടി നിങ്ങൾ പോവുക. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ മോട്ടിവേഷൻ ചെയ്യാനായിട്ട് വേറെ ആരെ ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മതി. ഒരു കുഴി വീണെങ്കിൽ കയറാനായിട്ട് നിങ്ങൾക്ക് തന്നെ പറ്റും അല്ലേ. ഒന്നും ആലോചിച്ച് നോക്കുക, നമ്മളെ കൈ പിടിപ്പിച്ച് നമ്മൾ കൊച്ചിലെ നമ്മൾ നടത്തി കാണും അല്ലേ. അല്ലെ ആഹാരം തരാനായിട്ട് ഇതാക്കി പറഞ്ഞ് പഠിപ്പിച്ച എല്ലാം ആണെങ്കിലും നമ്മൾ സ്വയം ഒരു സമയത്ത് തറയിൽ വീണതല്ല, നമ്മൾ തന്നെ എണീക്കണം എന്ന് നമ്മൾ തുടങ്ങിയ ജീവിതം. നടത്താനായിട്ട് തുടങ്ങുമ്പോഴും അതേ സെയിം തന്നെയാണ്. നമ്മൾ നടക്കാൻ ഒരു കാലിടെ ഇരിക്കുമ്പോഴും പേടിയില്ല, നമ്മൾ പിടിച്ച് നടക്കാൻ വന്നു, അപ്പോഴും നമ്മൾ തന്നെയാണ് അല്ലേ. ഇതിനൊക്കെ കുറച്ച് കൈ താങ്ങായിട്ട് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ടൈം കഴിയുമ്പോൾ ആരും കാണത്തില്ല, നമ്മൾ തന്നെ ജീവിതം നടന്നു പോവേണ്ടി വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം നമുക്ക് നമ്മളെന്നൊരു വിചാരം വയ്ക്കുക. കൂടെ ഉള്ളവരെല്ലാവരും കുറച്ച് ടൈമിലുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. ഒന്ന് കണ്ട് നമ്മൾ സങ്കടപ്പെടാനായിട്ട് നിൽക്കരുത്. ഉള്ള ജീവിതം, ഇന്നത്തെ ജീവിതം എന്താണോ മനോഹരമായിട്ട് ജീവിക്കുക. നാളെ എന്താണെന്ന് നമുക്കറിയത്തില്ല, നമ്മൾ എഴുതുമ്പോഴാണ് എണീക്കുന്ന പോലും നമുക്കറിയാത്ത ജീവിതമാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും കൊണ്ടും വരുന്നില്ല, കൊണ്ടും പോകുന്നില്ല അല്ലേ. നമ്മളിപ്പം ചിലർ തടി ഉണ്ടാക്കി എനിക്ക് ഈ പൈസ എൻ്റെതാണ്, ഈ കസേര എന്താണ്, എൻ്റെ ഈ വീടാണ്, ഈ വീട് എനിക്ക് വീതം വെച്ച് തരേണ്ട വീട്. ഒന്നാലോചിച്ച് നോക്കുക, ഇതൊന്നും കൊണ്ടല്ല നമ്മൾ പോകുമ്പോൾ